സമാധാന ചർച്ചകൾക്കുള്ള ഇറാന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിന് പിന്നാലെ ഇസ്രായേൽ സഖ്യത്തിന് നേരെ പുതിയ ആയുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ. ശത്രു സൈന്യത്തെ ഹൃദയാഘാതം പിടിപ്പിക്കാൻ കെൽപ്പുള്ള അവർ ഭയക്കുന്ന പുതിയ ആയുധം വൈകാതെ പുറത്തെടുക്കുമെന്ന് ഇറാൻ നാവികസേന മേധാവി റിയർ അഡ്മിറൽ ഷഹറാം ഇറാനി മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതിന് പകരമായി കടലിടുക്ക് വീണ്ടും തുറക്കാമെന്ന ഇറാന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം ട്രംപ് നിരസിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തൽക്കാലം മാറ്റിവെക്കണമെന്ന ഇറാന്റെ ആവശ്യവും അമേരിക്ക അംഗീകരിച്ചില്ല. അമേരിക്കയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ എബ്രാഹിം ലിങ്കണ് നേരെ ഇറാൻ 7 തവണ മിസൈൽ ആക്രമണം നടത്തിയതായി നാവികസേനാ മേധാവി അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങളിലൂടെ കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഇറാന് സാധിച്ചു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിനു ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ 100ഓളം തിരിച്ചടികൾ നൽകിയതായും ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് ശത്രുരാജ്യങ്ങൾക്കായി ഇറാൻ പൂർണ്ണമായും അടച്ചു. അറേബ്യൻ കടലിൽ നിന്നുള്ള പ്രവേശനമാണ് ഇറാൻ സൈന്യം തടഞ്ഞിരിക്കുന്നത്. ഇവിടേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനും നേരെ താമസമില്ലാതെ സൈനിക നടപടി ഉണ്ടാകുമെന്നും അഡ്മിറൽ ഇറാനി പറഞ്ഞു. ഇറാന്റെ എണ്ണ കപ്പലുകൾ അമേരിക്ക തടയുന്നത് വെറും കടൽ കൊള്ളയല്ലെന്നും ജീവനക്കാരെ ബന്ദികളാക്കുന്ന ക്രൂരതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളിയ ട്രംപ് ഉപരോധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോംബിങ്ങിനേക്കാൾ ഫലപ്രദം ഉപരോധമാണ്. ഇതവർക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആണവായുധ ചർച്ചകൾ നീട്ടിവെക്കാനുള്ള ഇറാന്റെ ശ്രമം അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇതോടെ മേഖലയിലെ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പായി. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും ബോംബിംഗ് നടത്തുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഉപരോധം നീട്ടലാണ് എളുപ്പമെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. ആണവ വിഷയം പരിഗണിക്കപ്പെടാത്ത ഒരു കരാർ എങ്ങനെ ഒപ്പുവയ്ക്കാനാകുമെന്ന് അവർക്കറിയില്ലെന്നും മിടുക്കരായി ഇറാൻ ഉടൻ കരാറിൽ ഒപ്പുവയ്ക്കണമെന്നും തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തു. ചർച്ചകൾ വഴിമുട്ടിയതിനു പിറകെ 2 ആഴ്ച മുമ്പാണ് അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ അവിടേക്കുള്ളതോ ആയ കപ്പലുകൾ മടക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തു. ഇറാൻ കപ്പലുകൾ യുഎസും മറ്റുള്ളവയുടേത് ഇറാനും മുടക്കിയതോടെ ഹോർമോസ് വഴി ചരക്കുകടത്ത് ഏകദേശം സമ്പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ആണവ വിഷയം ഒഴിവാക്കി പുതിയ കരാറിലെത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് ട്രംപ് പറയുന്നു. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവ 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പുഷ്ടീകരണം നടത്തിയാൽ ഇവ ഉപയോഗിച്ച് ആണവായുധങ്ങളേറെ നിർമ്മിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ബദൽ വ്യാപാര മാർഗങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഉപരോധം മറികടക്കാമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. നിലവിൽ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തി മേഖലയിൽ മേൽക്കൈ ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇറാൻ സജീവമാക്കിയിരിക്കുന്നത്. ശതകോടികളുടെ എണ്ണ വ്യാപാരം നിലച്ചതോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ്. $1 18 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതിനിടെ ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്.